ഫൈസിക്കെതിരെ ഗുരുതര കണ്ടെത്തലുമായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനും ധനസഹായം നൽകുന്നതിനുമായി രാജ്യത്തിനകത്തും പുറത്തുനിന്നും പണം സ്വരൂപിച്ചു. സ്ഥാനാർത്ഥി നിർണയം അടക്കമുള്ള ദൈനംദിന കാര്യങ്ങൾക്ക് SDPI പോപ്പുലർ ഫ്രണ്ടിനെ ആശ്രയിച്ചു. SDPIയുടെ പ്രവർത്തനങ്ങളും സാമ്പത്തിക കാര്യങ്ങളും PFI നിയന്ത്രിച്ചിരുന്നുവെന്നും ED വാർത്തയുടെ വിശദാംശങ്ങളുമായി ആന്റണി ജിസ് ജോർജ് ചേരുന്നു. ആന്റണി, SDPIക്കെതിരെ ഗുരുതര കണ്ടെത്തലുകളാണ് ED നടത്തിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഫൈസിയുടെ ചോദ്യം ചെയ്യൽ തുടരുകയാണ്. വിവരങ്ങൾ എങ്ങനെയൊക്കെയാണ്? തീർച്ചയായും വൃന്ദ, കഴിഞ്ഞ തിങ്കളാഴ്ചയാണ്, അതായത് മിനിഞ്ഞാന്ന് വൈകുന്നേരം രാത്രിയോട് കൂടിയാണ് ഡൽഹി രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്നും SDPIയുടെ ദേശീയ പ്രസിഡന്റ് MK ഫൈസിയെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്തത്. ഏതായാലും അതിന് പിന്നാലെ ഇപ്പോൾ അവർ അതിൻ്റെ ഒരു വിശദമായ വാർത്താക്കുറിപ്പ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇറക്കിയിരിക്കുകയാണ്. അതിലാണ് ഇത്തരത്തിൽ ഗുരുതരമായ കണ്ടെത്തലുകൾ ED നടത്തിയിരിക്കുന്നത്. അതിൽ പ്രധാനമായും പറയുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ഈ യൂണിറ്റി ഹൗസ്, അതായത് SDPIയുടെ ആസ്ഥാന കാര്യാലയമാണ്, കോഴിക്കോടാണ് യൂണിറ്റി ഹൗസ് പ്രവർത്തിക്കുന്നത്. അവിടെ നടത്തിയ പരിശോധനകളിൽ ചില രേഖകൾ കണ്ടെത്തിയിട്ടുണ്ട്. ആ രേഖകളിൽ നിന്ന് മനസ്സിലാകുന്ന അല്ലെങ്കിൽ അന്വേഷണത്തിന്റെ ഭാഗമായി കണ്ടെത്തിയ ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് രാജ്യത്തിനകത്തും പുറത്തു നിന്നുമായി തീവ്രവാദ പ്രവർത്തനങ്ങൾ, രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് അവർക്ക് ധനസഹായം ചെയ്യുന്നതിനായി ഈ SDPIയുടെ കേഡർമാരും നേതാക്കളും ഒക്കെ ഹവാല അടക്കമുള്ള മാർഗങ്ങളിലൂടെ പണം സ്വരൂപിച്ചു എന്നുള്ളതാണ് പ്രധാനമായും കണ്ടെത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ PFI ആണ് ഇത്തരത്തിലൊരു അവരുടെ കാര്യങ്ങൾ നടപ്പാക്കാൻ വേണ്ടി ഒരു രാഷ്ട്രീയ പാർട്ടി SDPI രൂപീകരിച്ചത്. അവർ ആണ് ഈ SDPIയുടെ ദൈനംദിന പ്രവർത്തനങ്ങളെ നിയന്ത്രിച്ചിരുന്നത് എന്നുള്ള കാര്യവും കൂടി പ്രധാനമായും ചൂണ്ടിക്കാട്ടുന്നുണ്ട്. മാത്രമല്ല, ഈ ജിഹാദ് നടപ്പാക്കുക എന്നുള്ളതായിരുന്നു PFIയുടെ പ്രഖ്യാപിത ലക്ഷ്യം. ഇതടക്കമുള്ള രേഖകൾ ഈ SDPIയുടെ ഓഫീസിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് റിലീസിൽ പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. മാത്രമല്ല, ഈ വേറൊരു കാര്യമായുള്ളത് ഈ SDPIയുടെ സ്ഥാനാർത്ഥികൾ അല്ലെങ്കിൽ SDPI സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുന്നത് അടക്കമുള്ള ദൈനംദിനമായ പ്രവർത്തനങ്ങൾക്ക് SDPIയുടെ പ്രവർത്തനങ്ങൾ നിയന്ത്രിച്ചിരുന്ന അല്ലെങ്കിൽ അവരുടെ സഹായം ഈ SDPI പോപ്പുലർ ഫ്രണ്ടിൽ നിന്ന് തേടിയിരുന്നു. അതുപോലെ തന്നെ SDPI മത്സരിച്ച തിരഞ്ഞെടുപ്പുകളിൽ PFI അതായത് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ ഫണ്ട് നൽകിയതിന്റെ തെളിവുകൾ വെളിപ്പെടുത്തുന്ന മീറ്റിങ്ങുകളുടെ മിനിറ്റ്സിന്റെ കയ്യെഴുത്ത് പ്രതികൾ, അതിന്റെ നിരവധി പകർപ്പുകൾ തങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ED പറയുന്നത്. അതുപോലെ തന്നെ ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് ഫണ്ട് പിരിക്കുന്നതിന്, ഈ പണം പിരിക്കുന്നതിന് PFIയുടെ ദേശീയ എക്സിക്യൂട്ടീവ് കൗൺസിൽ PFIക്ക് അധികാരം നൽകി, SDPIക്ക് അധികാരം നൽകി എന്നുള്ള ഒരു കാര്യവും കൂടി പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇതെല്ലാം ഇത്തരം കാര്യങ്ങളിൽ അവർക്ക് ലഭിച്ച രേഖകളാണ്. അതുപോലെ തന്നെ പോലീസ് രജിസ്റ്റർ ചെയ്ത ക്രിമിനൽ കേസുകളിൽ പ്രതികളായ SDPI പ്രവർത്തകർക്ക് നിയമസഹായം ചെലവുകൾ വഹിക്കുന്നതിന് അത് PFI ആണ് വഹിക്കുന്നത് എന്നുള്ള കാര്യവും കൂടി കണ്ടെത്തിയിട്ടുണ്ട്. അതിന് അവർ ഉദാഹരണമായി പറയുന്നത് 17/3/2019 നടന്ന PFIയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി യോഗങ്ങളുടെ കയ്യെഴുത്ത് പ്രതി മീൽസ് അടങ്ങിയ ഒരു ഡയറി ഈ യൂണിറ്റി ഹൗസിൽ നിന്ന് പിടിച്ചെടുത്തിട്ടുണ്ട്. അതിൽ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ആവശ്യങ്ങൾക്കായി PFI SDPIക്ക് 3.75 കോടി രൂപയുടെ ധനസഹായം നൽകിയതായി പറയുന്നുണ്ട് എന്നുകൂടി ED പറയുന്നുണ്ട്. ഏതായാലും ഈ MK ഫൈസിയെ വിശദമായി ഇപ്പോൾ പോലീസ് ചോദ്യം ചെയ്യുകയാണ് നിലവിൽ. ആന്റണി, അതോടൊപ്പം തന്നെ പുറത്തു നിന്നും, അതായത് ഗൾഫ് രാജ്യങ്ങളിൽ അടക്കം തന്നെ വിവിധ കാര്യങ്ങളുടെ പേരിലാണ് ഇത്തരത്തിൽ പണം ഇവിടേക്ക് ഒഴുക്കിയതെന്നാണ് പറയുന്നത്, അല്ലേ? തീർച്ചയായും അങ്ങനെ തന്നെയാണ് ED അവരുടെ ആ റിലീസിൽ പ്രധാനമായും പ്രവർത്തനങ്ങൾ. അതുപോലെ തന്നെ ഈ തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്തുന്നവർക്ക് ഫണ്ട് നൽകുന്നതിന്, അവർക്ക് ധനസഹായം നൽകുന്നതിനടക്കം ഈ SDPIയുടെ നേതാക്കൾ രാജ്യത്തിനകത്തും പുറത്തു നിന്നുമായി പല മാർഗങ്ങളിലൂടെ ഫണ്ടുകൾ സ്വരൂപിച്ചു എന്നുള്ളതാണ് പ്രധാനമായും ഉന്നയിക്കുന്ന അല്ലെങ്കിൽ കണ്ടെത്തിയിരിക്കുന്ന ഒരു കാര്യം എന്നാണ് ED പറയുന്നത്. മാത്രമല്ല, ഈ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുന്നതിലടക്കമുള്ള കാര്യങ്ങളിൽ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ ഇടപെട്ടിരുന്നു എന്നുള്ള കാര്യവും കൂടി പറയുകയും ചെയ്യുന്നുണ്ട്. അതിന് തെളിവായി അവർ പറയുന്നത് ചില മീറ്റിംഗ് മിനിറ്റ്സുകളുടെ കോപ്പികൾ, ഈ തെരഞ്ഞെടുപ്പ് ചെലവുകൾക്കായി അല്ലെങ്കിൽ സ്ഥാനാർത്ഥികളെ ചോദ്യം ചെയ്യൽ MK ഫൈസിക്കെതിരായിട്ടുള്ള ചോദ്യം ചെയ്യൽ തുടരുകയാണ്. വിവരങ്ങൾ നൽകുകയായിരുന്നു ആന്റണി ജിസ് ജോർജ്.